ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാധാരണ വീട്ടിൽ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേട് വന്നാൽ കളയാറല്ല പതിവ്. അപ്പോൾ അത് കളയാതെ നമ്മൾ അതിനെ വീണ്ടും യൂസ് ചെയ്യുന്ന രീതിയിൽ അത് നമുക്ക് ചപ്പാത്തിക്കോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഡെസേർട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് എങ്ങനെയാണ് നമ്മൾ ആ ഒരു സംഭവ വികാസം ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് പനീർ എന്നൊക്കെ പറയാം, പനീറാക്കി ചെയ്യാം. അതല്ല രസമലായി, രസഗുള, അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പനീർ പൊതുവേ നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് പിന്നെ ചപ്പാത്തിക്കൊക്കെ കൂട്ടുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ പനീർ വെച്ചിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നത് ഈ പാലിൽ നിന്നാണ്. പാല് പിരിഞ്ഞെടുത്ത അതിൽ നിന്ന് അതങ്ങോട്ട് മാറ്റിയെടുത്തതിൻ്റെ ശേഷം ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ടിപ്സ് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ പാല് തിളപ്പിക്കാൻ വെക്കാം. പിന്നെ ഇനിയിപ്പോൾ അഥവാ നല്ല പാലാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് പനീറാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പാല് സാധാരണ നല്ല പാല് യൂസ് ചെയ്യാം. അതല്ല പാല് കേടുന്നതാണെങ്കിൽ ഒന്നും കൂടി തിളച്ച് വരുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ തിളച്ചത് ഓഫാക്കിയോണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് 1 സ്പൂണോ, പാലിൻ്റെ അളവിനനുസരിച്ചാട്ടോ, പിരിയുന്ന വരെ ചിലപ്പോൾ 2 സ്പൂണൊക്കെ ഒഴിക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ വിനാഗിറോ, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. അപ്പോൾ അതങ്ങോട്ട് ഇറ്റിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് നല്ലപോലെ പിരിഞ്ഞ് കിട്ടും. പാല് പിരിഞ്ഞിട്ട് ആ ഒരു പാല് വെള്ളവും പാലും വേറെ തന്നെ മാറി നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു പോർഷനിലോട്ട് വേണം നമ്മൾ എത്തിക്കാൻ. ഈ പാല് പിന്നെ തിളക്കുന്നതോടുകൂടി പിരിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് നല്ലപോലെ ഒബ്സർവ് ചെയ്താൽ മതി. കാരണം ആ പാലിൻ്റെ അളവ് എത്രത്തോളം വെള്ളമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള അതുവരെയാണ് നമ്മൾക്ക് അളവ് വരുന്നത്. എന്നിട്ട് ഏതെങ്കിലും ഒരു ബൗളിലോട്ട് നമ്മൾ നല്ല കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് തുണി ആയിരുന്നെങ്കിൽ അത്രയ്ക്കും നല്ലത്. എന്നിട്ട് അതിലോട്ട് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു തുണിയാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചായയൊക്കെ തരിക്കാൻ ഉപയോഗിക്കുന്ന തരിപ്പൊന്നും യൂസ് ചെയ്യേണ്ട. കാരണം അതിൽ പിഴിഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വെള്ളം പോവാനും. അപ്പോൾ ഈ ഒരു തുണി തന്നെ നമുക്കത് സെറ്റ് ചെയ്യാൻ വെക്കുകയും ചെയ്യാം. അപ്പോൾ അതങ്ങനെ പിന്നെ തുണിയിൽ പിന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി പിന്നെ ഒന്ന് ഹോൾഡ് ചെയ്താൽ വെച്ചാൽ മതി. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കെട്ടി തൂക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ചെറിയൊരു പിന്നെ ജഗ്ഗുണ്ട്. അപ്പോൾ അതിൻ്റെ പിടിയുടെ ആ ഒരു ഭാഗത്തേക്ക് തുണി കൊണ്ട് തിരികെ വെക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം അത്രയേ ഉള്ളൂ. കാരണം 1.5 ഗ്ലാസ് പാലാണ് അന്ന് കേട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചും തരാം, വെറുതെ കളയണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തത്. കാരണം ഇത് തന്നെ ഇപ്പോൾ നമുക്ക് ഒരാൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ചപ്പാത്തിക്കുള്ള ഒരു 6-7 കഷ്ണമാക്കി എടുക്കാൻ പറ്റുന്ന അത്രയും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതൊന്ന് പരത്തി വെച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇതിൽ നിന്ന് നല്ല പോലെ വെള്ളം പിഴിഞ്ഞൊഴിവാക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു സെറ്റ് ആവുന്നത് നല്ല കട്ടായിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അതിങ്ങനെ പിരിഞ്ഞു പോകും. അപ്പോൾ രസമലായി, രസഗുളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഇതൊന്ന് നല്ലപോലെ വാഷ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ അതിൻ്റെ വെള്ളം ഒഴിവാക്കാൻ വേണ്ടി വെക്കും. എന്നിട്ട് ഇതൊന്ന് പിന്നെ ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ചേർത്ത് ബോൾസ് ആക്കിയിട്ട് തിളപ്പിക്കുക ചെയ്യാം. ഇതിപ്പോൾ പനീറാക്കാൻ വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ലപോലെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് തുണി കൊണ്ട് ഇതാക്കിയതിൻ്റെ ശേഷം അതിന് മുകളിൽ ഒരു വെയിറ്റ് വെക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ പരന്ന് കിടക്കും. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ കളയാൻ പോകുന്ന പാല് കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പനീർ മസാല, അതല്ലെങ്കിൽ പനീർ കൊണ്ട് പക്കോട, അല്ലെങ്കിൽ രസമലായി, രസഗുള, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതിന് നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ഐഡിയാസ് യൂട്യൂബിൽ നിന്ന്